ഒരു വേസ്റ്റ് കുഴിൻ്റെ ഉള്ളിൽ തല കുടുങ്ങിയ ഒരു നായൻ്റെ സാഹചര്യമാണ് നിങ്ങൾ കാണുന്നത്. വേദനയോട് കൂടി അത് പൊളയാണ്. അതിനെ രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എങ്ങനെ രക്ഷപ്പെടുത്തുന്നതും കൂടി നിങ്ങൾ അറിയണം. അതുമാത്രമല്ല എനിക്ക് ഈ യുവാക്കളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒറ്റ കുറച്ചില്ല ഒറ്റ കുറച്ചില്ല ഒറ്റ പിന്നെ നിങ്ങൾ പോല ഇങ്ങോട്ട് ഒറ്റ കുറച്ചില്ല ഒറ്റ കുറച്ചില്ല ചാടല്ല ചാടല്ല ചാട ഏതാണ് പൂച്ച അടിപൊളി. ജീവൻ കിട്ടിയ ഓട്ടാണ് ഓടുന്നു അല്ലേ? അതെ ഉമ്മനെ തെരഞ്ഞാണ്ടേ എന്നോട് നടന്നായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അടിപൊളി ആളില്ലാത്ത കിണറായതുകൊണ്ട് അടിപൊളി ക്യാച്ചിങ് ആയിരുന്നു അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് അതിനെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എവിടെ ഒപ്പിച്ച് ഞങ്ങളെടുത്തുള്ള ഉപകരണങ്ങളാണ്. ഇത് കിണറ്റിലേക്കൊക്കെ ഉള്ള വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം നായനെടുത്തില്ലായിരുന്നു. അപ്പൊ അതിന്റെ അതൊക്കെ സെറ്റപ്പ് ഇതുണ്ടാവുമ്പോ സുഖമാണ്. കാരണം എന്താ വെച്ചാൽ നായ വരികയാണെങ്കിൽ അവിടെ കയറിക്കോളൂ ഇതിലേക്ക് അല്ലേ? അത്യാവശ്യം നിങ്ങളുണ്ടല്ലോ. ഡ്രൈ ബോട്ടിലൊക്കെ കുടുങ്ങിയ നായ ഉണ്ടെങ്കിൽ ഇതാണ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട്. അപ്പോൾ കേരള എമർജൻസി ടീമിൻ്റെ വളണ്ടിയേഴ്സാണ് കേട്ടോ ഇവരെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുനിന്നൊക്കെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുന്നവരാണ്. അത് വേറെ കാര്യം. ഇതൊന്നും ഒരു സംഭവമല്ല. എന്നാലും എന്താ ഒരു ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ് അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു ഉമ്മാൻ്റെ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവരൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അതിന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ആ ശ്രമത്തിലാണ് ആളുകൾ ഇത് കണ്ടത്. ഇത് ആളില്ലാത്തൊരു കിണർ അല്ലേ? ആളില്ലാത്ത കിണറായിരുന്നു. അങ്ങനെയാണ് പ്രവർത്തകർ നമ്മൾ പറഞ്ഞത് ഇങ്ങനൊരു കിണറ്റിലുണ്ട് രക്ഷിക്കപ്പെടുത്താൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ നേരം കൊണ്ട് അവർ പകുതി ആൾക്കാരോളം അവിടെ തിരയുന്നുണ്ട്. അതെ 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 അതെ. ഇത് ഈ കിണർ ഒന്നുകൂടി കാണിക്കാം ഞാൻ കേട്ടോ. ഈ കിണറിലൊക്കെ വന്ന് കുടുങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ നാട്ടിലുകൾ ഇത്രയും കയറാൻ. ഇപ്പോൾ വെള്ളം അത്യാവശ്യം ഈ മഴ പെയ്തുകൊണ്ടുണ്ട്. പക്ഷെ എന്നാലും ഇറങ്ങാൻ പേടി കേട്ടോ അല്ലേ? എങ്ങനെയൊക്കെ വേനൽക്ക് പറ്റില്ലാണ്ടായിരുന്നു. പിന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് ആടുന്നൊരു ഇതുണ്ട് അല്ലേ? ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലൊരു ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പൂച്ച രക്ഷപ്പെട്ടൊരു പോക്കാണ്ട് പോയിട്ടുണ്ട് അല്ലേ? അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. പൂച്ച വേണ്ട പോയി പൂച്ചനെ കാണാൻ വല്ല മാർഗം ഉണ്ടാവും. പൂച്ച ജീവനെപ്പേടി പേടിച്ചിരുന്നു. വേണ്ട പൂച്ച പോയത് എവിടേക്കും ആശാനം ഓടിയിട്ടാ. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ജീവൻ ഒരുപാട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടോ. കഴിഞ്ഞ ദിവസം ഒരു നായ ഒരു അല്ലേ റിങ്ങിനുള്ള കുടുങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ ആ നായനെ ഇവർ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു അറ്റംപ്റ്റ് തന്നെയാണ് ഇത്. ഈ രീതിയിൽ തന്നെ ഇതിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കുറേ സമയം ഇവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ കക്കാട് പരിസര പ്രദേശങ്ങളിലാട്ടോ, കക്കാട് തിരൂരങ്ങാടി പരിസര പ്രദേശങ്ങളിലാണ് ഇവരുടെ ഈ ഒരു പ്രവർത്തനം. നല്ല 2 പ്രവർത്തനങ്ങളായിരുന്നു. ആ പൂച്ചയും അതുപോലൊപ്പം തന്നെ ഈ ഒരു നായയൊക്കെ രക്ഷിച്ചത്. എല്ലാം ജീവനുകളാണെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു വീഡിയോ ആണ്. ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ, അതായത് ഏതെങ്കിലും ജീവികളൊക്കെ എന്തെങ്കിലും അപകടത്തിൽ പെടുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുണ്ട് നമ്മളെ സുഹൃത്തുക്കളായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലോ ഇൻബോക്സിലൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇവരെ അറിയിക്കേണ്ടത് കേട്ടോ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും ഇവർ ഓടിയെത്തും എന്നുള്ളതാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരം നല്ല പ്രവർത്തികൾ നമ്മുടെ നാടിന് ആവശ്യം എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തലാണ്.